എനിവേ ബ്രസീലിന്റെ ടീം അടുപ്പ് കൂട്ടാൻ തുടങ്ങി കഴിഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ വിമർശനത്തിന്റെ ഒരു കനത്ത മറുപടി ഇന്നവർ കൊടുത്തു കഴിഞ്ഞു. ബ്രസീൽ യു എസ് പേരക മത്സരം 4-1 അവസാനിച്ചു. മികച്ച പെർഫോമൻസ് ആണ് ബ്രസീലിന്റെ ടീം കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5-1 അവസാനിക്കേണ്ട ഒരു കളി തന്നെ ആയിരുന്നു. കാരണം ആദ്യം കിട്ടിയ പെനാൾട്ടി ലൂക്കസ് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അതിനുശേഷം അവസാനം അദ്ദേഹത്തിന് കിട്ടിയ പെനാൾട്ടി വളരെ സുന്ദരമായി അദ്ദേഹം പോസ്റ്റിലേക്ക് ഗോളാക്കി മാറ്റി. അങ്ങനെ 4-1 പെരേഗയെ പരാജയപ്പെടുത്തി. അങ്ങനെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ, കളിയുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഗോളായിട്ട് വരുന്നത് ബ്രസീലിന് 3.86 ആണ്, പെരേഗയ്ക്ക് 0.79. അതുപോലെ തന്നെ 5 ബിഗ് ചാൻസുകളാണ് ബ്രസീൽ ക്രിയേറ്റ് ചെയ്തത്. 2 ബിഗ് ചാൻസുകൾ പെരേഗ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ ഷോട്ട് നോക്കുകയാണെങ്കിൽ 17 ടോട്ടൽ ഷോട്ടുകൾ ബ്രസീൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരേഗന്റെ ടോട്ടൽ ഷോട്ട് നോക്കുകയാണെങ്കിൽ 15 ടോട്ടൽ ഷോട്ടുകളുണ്ട്. അതുപോലെ തന്നെ പെരേഗന്റെയും അതുപോലെ തന്നെ ബ്രസീലിന്റെയും ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ വീതമാണ് ഇരു ടീമുകളും അടിച്ചിട്ടുള്ളത്. നല്ലൊരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു അറ്റാക്കിങ്ങും പെരേഗ കളിക്കളത്തിൽ കാഴ്ചവെച്ചിരുന്നു. എങ്കിലും വിനീഷ്യസിന്റെ ആ ഒരു ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് ബ്രില്യൻസ് ഗോളായിരുന്നു, ഒരു കിടിലൻ ഗോളായിരുന്നു. അതുപോലെ തന്നെ പെരേഗന്റെ ഒരൊറ്റ ഗോൾ എന്ന് പറയുന്നത് ഒരു ബ്രില്യൻസ് അടിപൊളി ഗോളായിരുന്നു. കാരണം ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണ് അദ്ദേഹം ഫസ്റ്റ് ടെസ്റ്റിലെടുത്തുകൊണ്ട് രണ്ടാമത്തെ ടച്ചിൽ ഒരു കിടിലൻ ഷോട്ടിലൂടെ അലിസന്റെ ഗോൾ വലയിലേക്ക് അടിച്ചു കയറ്റുന്നത് ഒരു ബ്രില്യൻസ് ഗോളായിരുന്നു അത്. പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് കൊളംബിയ, 2-ാം സ്ഥാനത്ത് ബ്രസീൽ, 3-ാം സ്ഥാനത്ത് കോസ്റ്റോറിക്ക, 4-ാം സ്ഥാനത്ത് പെരേഗ. ഇനി അടുത്ത മത്സരം ഒരുപക്ഷെ ബ്രസീൽ vs കൊളംബിയ മത്സരം. കൊളംബിയ മികച്ച ഫോമിലാണ്. ബ്രസീൽ 1-0 തോക്കുകയാണെങ്കിൽ കോസ്റ്ററിക്ക കളി വിജയിച്ചാൽ മാത്രം പോരാ, മിനിമം 5 ഗോൾക്കെങ്കിലും വിജയിക്കണം. എങ്കിൽ മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് കോസ്റ്ററിക്ക കടക്കാൻ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ട് ബ്രസീൽ ഇന്ന് അടിച്ച 4 ഗോളുകൾ അവർക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനിവാര്യമായിട്ടുള്ള 4 ഗോളുകൾ തന്നെയാണ്. എല്ലാ വിമർശനങ്ങൾക്കും ഒരു മറുപടി ആയിട്ടാണ് ബ്രസീലിന്റെ ടീം ഇന്ന് 4-1 കളി വിജയിച്ചത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കളിയും മികച്ച കളിയായിരുന്നു, പക്ഷെ ഒരു ഫിനിഷറിന്റെ കുറവുണ്ടായിരുന്നു. ഇത്തവണ റോഡ്രിഗിനെ ഫ്രണ്ടിൽ ഇട്ടപ്പോഴും റോഡ്രിഗയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കുറച്ച് നല്ല ചേഞ്ചുകൾ കോച്ച് ഫസ്റ്റ് ലൈനപ്പിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു റിസൾട്ട് കാണാൻ കഴിഞ്ഞത്. എനിവേ ബ്രസീൽ കപ്പിലേക്കുള്ള കുതിപ്പ് തുടങ്ങി കഴിഞ്ഞു എന്ന് പറയാം. നല്ലൊരു ഫിനിഷറിന്റെ ചെറിയൊരു കുറവ് ഈ കളിയിലും കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും അടുത്ത കളി കൊളംബിയ vs ബ്രസീൽ മത്സരം എങ്ങനെയായിരിക്കും, അതിന്റെ സ്കോർ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.